പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും വളരെ പ്രത്യാശ തരുന്ന ഒരു നല്ല വാക്യമത്രേ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഒന്ന്, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം രക്ഷിക്കുന്നവനായ ദൈവമത്രേ. നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരൻ. നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന ദൈവമത്രേ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും മനുഷ്യർക്ക് നമ്മെ സഹായിപ്പാൻ, മനുഷ്യർക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് എല്ലാ കാലത്തും രക്ഷയായിരിക്കുന്ന, എല്ലാ കാലത്തും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു കർത്താവുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവൻ്റെ പേര് യേശുവെന്ന, രക്ഷകനെന്ന. ഏത് അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ, ഏത് കാര്യത്തിലും രക്ഷ അരുളുവാൻ അവൻ മതിയായ ദൈവമത്രേ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണോ, ആര് ഞങ്ങളെ സഹായിക്കും, ആര് ഞങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങൽ തരും എന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന വീരൻ. അവൻ രക്ഷിക്കുന്ന വീരനാ. കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന സ്ത്രീകൾ ഹല്ലേലൂയ വിചാരിച്ചു കൊണ്ടാണ് മറിയയും മറ്റ് സ്ത്രീകളും കല്ലറയ്ക്കിലേക്ക് ഓടി വന്നത്. എന്നാൽ അവർ വന്നപ്പോൾ കാണുന്നത് ഹല്ലേലൂയ, യേശുവിൻ്റെ കല്ലറയ്ക്കിലെ കല്ല് ഉരുട്ടി മാറ്റി. അവരുടെ ഉള്ളിലെ വിചാരം, ആര് ഞങ്ങളെ സഹായിക്കും, ഇതൊന്ന് ആര് ഉരുട്ടി മാറ്റും, ഈ പ്രശ്നത്തെ ആരൊന്ന് എടുത്തു മാറ്റും. ഒത്തിരി ഭാരവുമായിട്ടാണ് വന്നത്. ഇന്ന് പകൽക്കാലവും ഹൃദയത്തിൽ എത്ര ഭാരവുമായിട്ട് നീ കർത്താവിൻ്റെ അടുക്കൽ വന്നു, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാ. നീ കുലുങ്ങിപ്പോകാൻ അനുവദിക്കാത്ത ദൈവമാ. ആരാ എനിക്ക് സഹായം? ആരാ എന്നെ സഹായിക്കുന്നത്? സകലത്തെ ഉണ്ടാക്കിയവനായ ദൈവം. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായ യഹോവ, അവൻ രക്ഷിക്കുന്ന ദൈവമത്രേ. ഏത് പാപത്തിൽ നിന്നും രക്ഷിക്കും, ഏത് രോഗത്തിൽ നിന്നും രക്ഷിക്കും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണോ, അവിടെ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കും. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യം മറ്റാർക്കും അറിയത്തില്ല. നിൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് അറിയത്തില്ല, നിൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നമ്മുടെ കർത്താവ്, അവൻ രക്ഷിക്കുന്ന വീരനത്രേ. രക്ഷിക്കുന്ന വീരനായ ദൈവത്തിന് നിൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, നിൻ്റെ ആവശ്യത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നമ്മെ രക്ഷിപ്പാൻ അവൻ്റെ കരം മതിയായതത്രേ. ആ രക്ഷിക്കുന്ന കരം ഒരു നാളും കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, രക്ഷിക്കുന്ന ദൈവം നമ്മുടെ അടുത്തുള്ള ദൈവമത്രേ. നമ്മുടെ മധ്യത്തിൽ അത്രേ അവൻ ഇരിക്കുന്നത്. രക്ഷിക്കുന്ന വീരനായ യഹോവ നിൻ്റെ മധ്യേ ഇരിക്കുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങളുടെ നടുവിൽ വസിക്കുന്നു. അതാ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. നമ്മുടെ കർത്താവ് രക്ഷിപ്പാൻ കഴിവുള്ളവനാ, എല്ലാത്തിനും മതിയായ ദൈവമാ. പക്ഷേ വിളിച്ചാൽ വിളിപ്പുറത്തല്ലെങ്കിൽ, ഹല്ലേലൂയ, അവൻ കൂടെയില്ലെങ്കിൽ എന്താ പ്രയോജനം? ഇതാ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു, അവൻ തൊട്ടടുത്തുണ്ട്. പ്രിയരെ, നിങ്ങളുടെ അടുക്കലുണ്ട്. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 2-3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. അവനുണ്ട്, നിശ്ചയമായി നമ്മുടെ മധ്യേ അവനുണ്ട്. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ, നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അവനുണ്ട്. കൊലോസ് ലേഖനം 1:27 നാം ഇങ്ങനെ വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ മധ്യേ ഇരിക്കുന്നതിനെക്കാട്ടിൽ ഉപരി ഇതാ ഇങ്ങനെ ഒന്ന് ചിന്തിക്ക്, അവൻ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. മഹത്വത്തിൻ്റെ ദൈവത്തെ, അത്ഭുതങ്ങളുടെ കർത്താവിനെ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ജീവനുള്ള ഹല്ലേലൂയ മന്ദിരമാ. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള മന്ദിരമാ. നാം കൽപ്പണിയായ ഒരു മന്ദിരമല്ലല്ലോ, കർത്താവിൻ്റെ കൈകൊണ്ട് മെനഞ്ഞ ജീവനുള്ള ഹല്ലേലൂയ ഒരു മന്ദിരമാ, ജീവനുള്ള ആലയമാ. ഈ ആലയത്തിൻ്റെ നടുവിൽ കർത്താവുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും അപ്പാ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ. 3, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളിൽ സന്തോഷിക്കുന്നു. നിങ്ങളുടെ നന്മ കണ്ട്, നിങ്ങളുടെ അനുഗ്രഹം കണ്ട് സന്തോഷിക്കുന്ന ദൈവമാണ്. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരുന്ന് ഘോഷത്തോടെ നിങ്ങൾ ആനന്ദിക്കും. പ്രിയരെ, ഈ ലോകത്തിൽ ഏതൊരപ്പനും
തൻ്റെ മക്കളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ട് സന്തോഷിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ നിങ്ങളിൽ സന്തോഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നടുവിൽ അവൻ്റെ കരം അതുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു ചെറിയ നേട്ടമായിക്കോട്ടെ, ചെറിയ ഉയർച്ചയായിക്കോട്ടെ, അത് കണ്ടുപോലും സന്തോഷിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം അപ്പ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ആനന്ദിക്കും. പ്രിയരെ, നിൻ്റെ നന്മ കണ്ട്, നിൻ്റെ അനുഗ്രഹം കണ്ട് സന്തോഷിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്നത്. തിരുവചനത്തിൽ യെശയ്യാപ്രവചനം 64 അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നിൻ്റെ കർത്താവിന് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിൻ്റെ കർത്താവിന് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്നോട് ഏറ്റവും പ്രിയമുള്ള ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം പറയുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിപ്പാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ. 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. 1, നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന വീരൻ. 2, നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ട്. 3, നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് ചെറിയ നന്മയാണോ വലുതാണോ അതിനകത്ത് തൻ്റെ മക്കളിൽ സന്തോഷിക്കുന്ന ദൈവമത്രേ, തൻ്റെ മക്കളിൽ ആനന്ദിക്കുന്ന ദൈവമത്രേ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.